നമസ്കാരം. സോ ഫ്രം സോ ഒരു കന്നഡ മൂവിയാണ്. മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് വന്നതാണ്. ഡബ് ചെയ്ത് മലയാളത്തിൽ എത്തിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാൻ്റെ വേഫർ ഫിലിംസ് ആണ്. ഈ അടുത്ത കാലത്ത് തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുള്ള വളരെ മനോഹരമായ ഒരു ഹൊറർ കോമഡി ജോണറിലുള്ള സിനിമ. മലയാളത്തിൽ അധികം ഇത്തരം സിനിമകൾ ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. ഇതൊരു കന്നഡയിൽ നിന്ന് വന്നിട്ടുള്ള സിനിമയാണെങ്കിലും വളരെയധികം മലയാളിത്തമുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ എവിടേക്കോ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രതീതിയുള്ള സിനിമയാണ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് JP തുമിനാട്. അദ്ദേഹം ഒരു ആക്ടറാണ്. മുന്നേ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ അദ്ദേഹം എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വരുന്നുണ്ട്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് രാജ്ബി ഷെട്ടി ആൻഡ് ടീംസ് ആണ്. രാജ്ബി ഷെട്ടിയോടൊപ്പം തന്നെ വേറെ 1-2 ആളുകളും കൂടെ ഇതിലുണ്ട്. അപ്പോൾ നമുക്കറിയാം, കന്നഡ സിനിമ ഇന്ത്യയിലെ മറ്റ് ഏരിയകളിലേക്ക് എത്തി തുടങ്ങിയതിൽ വളരെയധികം പ്രാധാന്യം ഈ ഷെട്ടി ടീംസിനുണ്ട്. അതിപ്പോൾ രക്ഷത് ഷെട്ടി ആയാലും രാജ്ബി ഷെട്ടി ആയാലും ഋഷഭ് ഷെട്ടി ആയാലും ഒക്കെ ഇവരുടെ ഒരു എഫേർട്ടിൽ വരുന്ന സിനിമകൾ ഭയങ്കരമായിട്ട് കർണാടകത്തിന് പുറത്തേക്ക് റീച്ച് ആവുകയും ആ ഒരു വളരെ വലിയ അപ്രീസിയേഷൻ കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാജ്ബി ഷെട്ടി ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്തിട്ടുമുണ്ട്. പൊതുവെ കന്നഡയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ നിന്നൊക്കെ മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് വരുന്ന സിനിമകൾ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിലുള്ള സിനിമകളിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കാറുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ സിനിമ കണ്ട സമയത്ത് ഇതിലെവിടെയും ഇതൊരു മലയാള സിനിമയല്ല എന്ന് തോന്നിപ്പിക്കുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാ സീനുകളും, അതുപോലെ കഥാപാത്രങ്ങളുടെ ഒരു ഔട്ട്ലുക്ക്, അതുപോലെ തന്നെ അവരുടെ ഒരു പെർഫോമൻസ്, അവരുടെ എന്താ പറയുക കഥയിലുള്ള സിറ്റുവേഷൻസ്, ഇതെല്ലാം നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. നമുക്ക് നമ്മുടെ ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. ഈ സിനിമയുടെ പേര് ഭയങ്കര കൗതുകമാണ്, സോ ഫ്രം സോ. അത് ആക്ച്വലി ഒരു ചുരുക്കപ്പേരാണ്. അതിൻ്റെ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ആ സിനിമയുടെ എൻറ്റയർ ആയിട്ടുള്ള ഒരു മെയിൻ എലമെൻറ്റ് അല്ലെങ്കിൽ സ്റ്റോറി എലമെൻ്റ് എന്നൊക്കെ പറയുന്നത്. ദറ്റ് ഈസ് സുലോചന ഫ്രം സോമേശ്വര എന്നുള്ളതാണ്. അപ്പോൾ അത് അത്ര ഒരു സസ്പെൻസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ആ സിനിമ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ മെയിൻ ത്രെഡ് എന്നൊക്കെ പറയുന്നത് ആ ഒരു എലമെൻറ്റ് തന്നെയാണ്. അപ്പോൾ അവരത് തന്നെയാണ് സിനിമയുടെ പേരായിട്ട് വെച്ചത്. സിനിമയുടെ പേര് കാണുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകമാണ്. തീർത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേര്. അപ്പം സിനിമയുടെ പേര് വളരെ ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് സിനിമയുടെ കഥയും ഭയങ്കരമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ്. വളരെ ഒരു വില്ലേജിൽ നടക്കുന്ന കഥയാണെങ്കിലും വളരെ കൗതുകകരമായിട്ട് നമുക്ക് എന്താ പറയുക ആസ്വദിച്ച് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കഥയാണ്. അത് അവതരിപ്പിച്ചിരിക്കുന്നത് കോമഡി ട്രാക്കിലാണ്. പക്ഷേ ഇതിലെ കോമഡികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പണ്ട് മലയാള സിനിമകളിലൊക്കെ കാണുന്ന എന്താ പറയുക ഒരു കോമഡിയുടെ ഒരു കൊടുക്കൽ വാങ്ങൽ പരിപാടി ഉണ്ടല്ലോ, ഒരു ഗിവ് ആൻഡ് ടേക്ക് രീതിയിലാണ് ഇതിലെ ത്രൂ ഔട്ട് കോമഡീസ് പോകുന്നത്. അതിൽ പെർഫോം ചെയ്തിരിക്കുന്ന എല്ലാവരും ഗംഭീരമാണ്. ഇതിലൊരു റൊമാൻസ് ചെറിയൊരു ട്രാക്ക് ഉണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സിനിമ സ്റ്റാർട്ട് ടു എൻഡ് ഗംഭീരമാണ്. അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും, എസ്പെഷ്യലി ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഗംഭീരമാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് സുമേദ് K ആണ്. സുമേദ് അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സ്കോർ ചെയ്തിരിക്കുന്ന വേറൊരാളാണ്. സ്കോർ അതിമനോഹരമായി ചെയ്തിട്ടാണ്. സിനിമയായിട്ട് അത്രയ്ക്ക് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്, എടുത്ത് പറയണം. അതുപോലെ തന്നെ സിനിമ മറ്റ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം ഗംഭീരമാണ്. അപ്പം തിയേറ്ററിൽ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു വളരെ ഭംഗിയുള്ള സിനിമയാണ്.